ലഹരി ഉപയോഗം ഇപ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ കുറച്ചും ആൽക്കഹോളിനെ പറ്റിയും നിക്കോട്ടിനെ പറ്റിയൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പല രീതിയിലുള്ള ലഹരികൾ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളിലൊക്കെ തന്നെ ലഹരി ഉപയോഗം കൂടിയതായിട്ട് കാണുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ സത്യം പറഞ്ഞാൽ മുന്നത്തേക്കാളും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെയൊക്കെ ഉപയോഗം. അത് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആൽക്കഹോളൊക്കെ ആകുമ്പോഴേക്കും കുടിച്ചിട്ടുണ്ടെങ്കിൽ മണം അറിയാം, നടന്ന് ആടി നടക്കുന്നു, ഒരു മസിൽ കോർഡിനേഷൻ ഇല്ലാണ്ട് ഇറലവൻ്റ് ആയ ടോക്ക്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും. പക്ഷേ സിന്തറ്റിക് ഡ്രഗുകളിൽ പലപ്പോഴും നമുക്ക് അങ്ങനത്തെ കൃത്യമായ ലക്ഷണങ്ങളെ പിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ കുട്ടിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കൂടുതൽ നേരം ഒറ്റയ്ക്ക് റൂമിൽ പോയിരിക്കുന്നു, ഭക്ഷണം കഴിക്കാനൊന്നും താല്പര്യമില്ല, സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കമ്പനിയൊക്കെ നമ്മുടെ സെയിം ഏജിലുള്ള ആൾക്കാരല്ലാതെ കുറച്ചുകൂടി വലിയ ആൾക്കാരോട് കൂടുതൽ പുതിയ കമ്മ്യൂണിക്കേഷൻസ് വരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കഴിയണതും കുടുംബത്തിലെ മറ്റുള്ളവരോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു, കുളിക്കാനും പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ മടി. ഇതൊക്കെ പലപ്പോഴും ഇപ്പോൾ ലഹരി ഉപയോഗത്തിൻ്റെ ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. അതിൽ നിന്ന് വേണം നമ്മളത് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.